ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2024 മെയ് മാസം 19 മുതൽ മെയ് മാസം 25 വരെയുള്ള ഒരാഴ്ച കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലസൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഇന്നത്തെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ലളിതമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ഭാരതീയ ആചാരപ്രകാരം ക്ഷേത്ര ദർശനം, ക്ഷേത്രാധികാരികൾ കഴിയുമെങ്കിൽ അവിടെ ഒരു വഴിപാടൊക്കെ കഴിപ്പിക്കുക, ദാനധർമാദികൾ, ഇങ്ങനെയുള്ള വളരെ ലളിതമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് പാലിച്ച് മുന്നോട്ട് പോവുക. ഭാരതീയ വിശ്വാസമനുസരിച്ച് ഇത്തരത്തിലുള്ള പരിഹാരം അനുഷ്ഠിക്കുന്നതുകൊണ്ട് ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുമെന്നും ശുഭഫലങ്ങൾ തടസ്സമില്ലാതെ തന്നെ വരും എന്നും ഉള്ളതാണ് വിശ്വാസം. ഇനി മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. ദൈവാധീനകാരകനായിട്ടുള്ള വ്യാഴൻ്റെ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അപ്പോൾ ദൈവാധീനം ഉള്ള ഒരു കാലം, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ദൈവാധീനം വരില്ല. എപ്പോഴും നമുക്ക് സാമ്പത്തികമായിട്ട് മെച്ചമാകുമ്പോഴേക്കും ചിലപ്പോൾ ആരോഗ്യപരമായിട്ട് അല്പം പിന്നോട്ട് പോയി എന്ന് വരും. അപ്പോൾ എല്ലാവരും പറയാറുണ്ട്, ഇങ്ങനെ ദൈവാധീനം വർദ്ധിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ ഇപ്പോൾ ദൈവാധീനം എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ദൈവാധീനം എല്ലാ കാര്യങ്ങളിലും നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് നല്ല സമയം പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെ ഇപ്പോൾ ജോലി, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സമയം മെച്ചപ്പെടുകയാണ്. അപ്പോൾ ആ മെച്ചപ്പെടുന്ന ആ സമയം നമുക്ക് വേണ്ട രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ജോലി അന്വേഷിക്കുന്നവർക്ക് തരക്കേടില്ലാത്ത ജോലിയൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മുടെ അന്വേഷണം ഒന്ന് സ്പീഡപ്പ് ചെയ്യുക. എവിടെയൊക്കെയാണ് വേക്കൻസീസ് വരുന്നത്, നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് നമ്മൾ എന്താണോ ഡിസേർവ് ചെയ്യുന്നത്, അർഹിക്കുന്നത് എന്താണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ചിത്രമുണ്ടാക്കി വേണമെങ്കിൽ അതിൻ്റെ പ്രൊഫഷണൽസിനെ കാണാം. അതിനെയാണ് നമ്മൾ ആചാര്യസ്ഥാനീയരുടെ ഉപദേശം, കാരണവസ്ഥാനീയരുടെ ഉപദേശം എന്നൊക്കെ പറയുന്നത്. ആചാര്യന്മാരെന്ന് വെച്ചാൽ ഗുരുക്കന്മാർ, എനിബഡി ഹൂ ക്യാൻ അഡ്വൈസ് യു, ഹൂ ഈസ് കേപ്പബിൾ ഓഫ് അഡ്വൈസിങ് യു ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ. അതുപോലെ കാരണവസ്ഥാനീയർ എന്ന് പറയുന്ന എന്താണ്, ലൈഫിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, എഡ്യൂക്കേറ്റഡ് ആൻഡ് എക്സ്പീരിയൻസ് പീപ്പിൾ. അപ്പോൾ അവരുടെയൊക്കെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഡിസേർവിങ് പ്ലേസ്മെൻറ്റ് വരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിയുക. അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷനുള്ള ഭാഗ്യമുണ്ട്, പ്രൊഫഷണൽ കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കുവാൻ ഭാഗ്യമുള്ള ഒരു സമയമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അതുപോലെ വിവാഹ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ തന്നെയും അങ്ങോട്ട് കുറയും, അതിൽ സംശയം വേണ്ട. അപ്പോൾ അതുകൊണ്ട് വിവാഹ കാര്യങ്ങൾക്കും വളരെ കാര്യമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ജാതകത്തിൽ ബേസിക് ഹൊറോസ്കോപ്പിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ വിവാഹ കാര്യമാണെങ്കിൽ 7ാം ഭാവത്തിൽ എന്തെങ്കിലും പാപനുണ്ടോ, രാഹു ഉണ്ടോ, കേതു ഉണ്ടോ, പെൺകുട്ടികൾക്കാണെങ്കിൽ 8നാണ് കൂടുതൽ പ്രാധാന്യം. അവിടെ രാഹു, കേതു, ശനി, ചൊവ്വ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുണ്ടോ, 7ാം ഭാവാധിപന് 8ാം ഭാവാധിപന് ബലക്കുറവാണ്. അപ്പോൾ ഒരു ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം പരിഹാരങ്ങളൊക്കെ അനുഷ്ഠിച്ചോളൂ. പരിഹാരങ്ങൾ എന്ന് പറയുന്നത് ലളിതമായിട്ടുള്ള പരിഹാരങ്ങൾ, പണച്ചിലവൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ജപധ്യാനാദികൾ മതി, ധാരാളം മതിയാവുന്നതാണ്. അപ്പോൾ വിവാഹ കാര്യങ്ങളുടെ തടസ്സങ്ങൾ നീക്കുവാനായിട്ട് പൊതുവെ പറയുകയാണെന്നുണ്ടെങ്കിൽ ശിവപാർവതി സ്തോത്രം ജപിച്ചോളൂ കേട്ടോ. ആചാരപ്രകാരം വ്രതമെടുത്ത്, അതായത് തിങ്കളാഴ്ച വ്രതമെടുത്ത് ശിവക്ഷേത്ര ദർശനവും നടത്തിക്കൊള്ളൂ. വിവാഹ കാര്യങ്ങളിലെ തടസ്സങ്ങളൊക്കെ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. അതുപോലെ പഴയ ബാധ്യത, കടമൊക്കെ ഉള്ളവർക്ക് അത് തീർക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം വരും. വസ്തുവൊക്കെ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലെങ്കിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് തരക്കേടില്ലാത്ത സമയമാണ്. ഒരുപക്ഷെ ഒരു വസ്തു അങ്ങോട്ട് വിറ്റിട്ട് പുതിയൊരു വസ്തു അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങുവാനൊക്കെയുള്ള ഒരു പ്ലാനിങ് നടക്കുന്ന ഒരു സമയമാണ്. ഒരു വീടൊക്കെ ഒന്ന് റിനോവേറ്റ് ചെയ്യുക, ഒന്ന് പുതുക്കി പണിയുക, അതിനൊക്കെയുള്ള ഒരു ഭാഗ്യമുണ്ട്. വാഹനത്തിനുമൊക്കെ മോടി പിടിപ്പിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ പൊതുവേ അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ കാണുന്നു. നേരത്തെ പറഞ്ഞ പോലെ ബാധ്യതകളുള്ളവർ ഈ രാശിയിലുണ്ടാകാം, അവർക്കും അതൊന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ പറ്റിയ ഒരു സമയമാണ്. അപ്പോൾ അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും വരുമ്പോൾ കുടുംബത്തിൽ ഈ ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ ആർക്കെങ്കിലും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ശിവക്ഷേത്ര ദർശനം പറഞ്ഞിട്ടുണ്ട്. ഓം നമ ശിവായ നിരന്തരമായിട്ട് ജപിച്ചോളൂ എന്നുള്ളതാണ്. ഓം നമ ശിവായ. ഇത് നിരന്തരമായിട്ട് ജപിക്കുക. ഒരു 108 പ്രാവശ്യം ഏറ്റവും കുറഞ്ഞ രാവിലെയും വൈകുന്നേരവും ജപിച്ചോളൂ. അപ്പോൾ സ്വന്തം കാര്യത്തിലാണെങ്കിലും വേണ്ടപ്പെട്ടവരുടെ കാര്യത്തിലാണെങ്കിലും ഉണ്ടാകുവാൻ സാധ്യതയുള്ള ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഇടവം രാശി,
കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. സാമ്പത്തികമായിട്ട് ചെറിയ പുരോഗതി ദൃശ്യമാകും, വരുമാനം വർദ്ധിക്കും. ഇപ്പോൾ ലോണായാലും ക്രെഡിറ്റ് സൗകര്യങ്ങളാണെങ്കിലും അല്പം വരുമാനം കൂടുവാനുള്ള സാധ്യതയുണ്ട്. വേണ്ടപ്പെട്ടവരിൽ നിന്നൊക്കെ സഹായം വന്നു ചേരുന്ന കാലമാണ് ഈ വാരം. എന്നാൽ അധിക പണച്ചെലവ് വരാം. അതൊരു പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്വന്തം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കേണ്ട സാഹചര്യങ്ങൾ വരാം. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പണം ചിലവാക്കേണ്ട സാഹചര്യം വരാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ചില ചിലവുകളുണ്ടല്ലോ ഗൃഹത്തിൽ. ഇപ്പോൾ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അർജൻറ്റ് റിപ്പയർ വരുന്ന അപ്പോൾ അതിൽ അധിക പണച്ചെലവ് വരാം എന്നുള്ളതാണ്. വെഹിക്കിൾസിനൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബാറ്ററി ഡൗൺ ആവുക എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില റിപ്പയർ വർക്കൊക്കെ വരുന്നതുകൊണ്ട് അതുപോലെ ഡ്രൈവിംഗ് ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചെറിയ തട്ടമുട്ടൊന്നും വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് എന്നുള്ള കാര്യവും അറിയുക. പ്രണയത്തിന് കാലം നല്ലതല്ല. യങ്സ്റ്റേഴ്സിന് ചിലപ്പോൾ പ്രണയിക്കാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചോളൂ. കൂട്ടുകെട്ട് നിയന്ത്രിക്കണം. സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ പൊതുവെ സമൂഹത്തിൽ തന്നെ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകാം. നമ്മളെ ബാഡ് ഫ്രണ്ട്ഷിപ്പാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകാം എന്നുള്ളതുകൊണ്ട് ശ്രദ്ധിക്കുക. എന്ന് മാത്രമല്ല ജോലി സ്ഥലത്തും ഒക്കെ ഒന്ന് ഈ പവർ ആൻഡ് അതോറിറ്റി ഉള്ളവരൊക്കെ അവരുടെ സിഗ്നേച്ചർ ട്രാൻസാക്ഷൻസൊക്കെ അതിനകത്തൊരു ട്രാൻസ്പെറൻസി വരത്തക്ക രീതിയിൽ വേണം മുന്നോട്ട് പോകാൻ. കാരണം പിന്നീട് ആരോപണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. അപ്പോൾ ഈ രാശിക്കാർ ദൈവാധീനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. വ്യാഴപ്രീതി അത്യാവശ്യം വരുത്തണം. ഇപ്പോൾ വ്യാഴാഴ്ച ചെയ്യേണ്ട കാര്യം എന്താണ്? വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. അവിടെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വളരെ ലളിതമായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന മന്ത്രം തന്നെ ജപിച്ചാൽ മതി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചോളൂ. ഒരു 108 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ജപിച്ചോളൂ. ദൈവാധീന കുറവുള്ള ഈ സമയത്ത് ദൈവാധീനം വന്നു ചേരും. ചെറിയ മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വരുമാനം കൂടുതലിനുള്ള സാധ്യതയുണ്ട്. ജോലി മാറുവാൻ പറ്റിയ വാരമല്ല എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞോളുക. അതായത് ജോലി പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ പുതിയ ജോലി സ്ഥലത്ത് ഒരുപക്ഷെ നമുക്ക് ഉദ്ദേശിക്കാത്ത പ്രയാസങ്ങൾ വരാം എന്നുള്ളതുകൊണ്ടാണ് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചത്. വ്യാഴാഴ്ചകളിൽ ഈ പറഞ്ഞതുപോലെ വിഷ്ണു ക്ഷേത്ര ദർശനവും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വ്യാഴന് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. ദൈവാധീനം വർദ്ധിക്കുന്നതുകൊണ്ട് മനസ്സിന് സമാധാനവും കുടുംബത്തിന് ഐശ്വര്യവും വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. മിഥുനം രാശി മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. ആലോചിച്ചു വച്ചിരിക്കുന്ന പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള സൂചനകൾ ലഭിക്കുന്നുള്ളതാണ്. അത് തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറഞ്ഞു എന്ന് തോന്നും. അപ്പോൾ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം ലഭിക്കുന്ന ഒരു വാരമാണ്. ബിസിനസ്സിലൊക്കെ പ്രത്യേകിച്ച് ദ പാത്ത് ഈസ് ക്ലിയർ എന്നുള്ളൊരു ഫീല് വരും. വി ക്യാൻ അഡ്വാൻസ് എന്നുള്ളൊരു ഫീല് വരും. അപ്പോൾ ബിസിനസ്സിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു താല്പര്യം വരും എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും ചില പ്രയാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എക്സ്പെൻഡിച്ചർ വരാം ഒന്നത്. പിന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കറക്റ്റ് ഏരിയയിലാണോ, അതായത് റോങ് ഹാൻഡ്സിലെത്താതെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ഉദ്ദേശിച്ചിൽ ആർക്കെങ്കിലും പണം കൊടുത്താൽ ചിലപ്പോൾ അതുവഴിക്ക് അത് പോകാനുള്ള സാധ്യത ഏറെയുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടാകുമെങ്കിൽ തന്നെയും ചില ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ ഓഫീസിലോ അല്ലെങ്കിൽ ഗൃഹത്തിലോ ഒക്കെ വരാനുള്ള സാധ്യത ഏറെയുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പെരുമാറ്റത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം എന്നറിയുക. ഓഫീസിലായാലും ഗൃഹത്തിലായാലും നമ്മൾ പെരുമാറ്റത്തിൽ ഒരു വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വാക്കുകൾ ഈ തെറ്റിദ്ധരിക്കുവാൻ ഇടയുള്ള ഒരു കാലമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. ജോലി മാറുവാൻ പറ്റിയൊരു വാരമല്ല എന്നുള്ള കാര്യവും അറിയുക. ജോലി മാറുന്നതുകൊണ്ട് ഒരു പക്ഷേ പലതരത്തിലുള്ള ടെൻഷൻസ്, അതായത് നമ്മൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി വരാം, അല്ലെങ്കിൽ കൂടുതൽ യാത്ര ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരാം. ചിലപ്പോൾ വീടുമായിട്ട് ഉള്ള കുറച്ചൊരു ദൂരത്തായിരിക്കും, അകൽച്ച, ബന്ധുമിത്രാദികളുമായിട്ട് ഒരു
മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വരാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി ഈ രാശിനാഥനായിട്ടുള്ള ബുധനെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണ പ്രീതി വരുത്തിക്കൊള്ളൂ കേട്ടോ. വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. മാസം തോറും വരുന്ന ജന്മനാളിന് അല്ലെങ്കിൽ രോഹിണി നക്ഷത്രത്തിനോ ഒക്കെ നമുക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ഒരു പാൽപ്പായസം കഴിപ്പിക്കുന്നത് നല്ലതാണ്. ശ്രീകൃഷ്ണ സ്തോത്രം കൂടി ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. കാര്യങ്ങൾ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു ഡ്രൈവ് ആൻഡ് ഇനിഷ്യേറ്റീവ് വരും. കഴിഞ്ഞ കുറച്ച് കാലമായിട്ടൊരു ഡൾനെസ് പൊതുവേ ആക്ഷൻസിൽ ഉണ്ടായിരുന്നിരിക്കുക. അതൊക്കെ അങ്ങനെയൊക്കെ പോട്ടെ എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരിക്കും. അതൊക്കെ അങ്ങോട്ട് മാറിയിട്ടൊരു ഉണർവ്, ഉത്സാഹമൊക്കെ വരുന്ന ഒരു സമയമാണ്. എല്ലാ കാര്യത്തിലും ഒരു ഡ്രൈവ് ആൻഡ് ഇനിഷ്യേറ്റീവ്, ഐ ഷുഡ് ഗോ ഫോർവേഡ് എന്നുള്ളൊരു ഫീലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വസ്തു വിൽക്കാനൊക്കെ പ്ലാൻ ചെയ്യും, വസ്തു വാങ്ങാനും ഒക്കെ പ്ലാൻ ചെയ്യും. അതൊക്കെ നടക്കുവാൻ സാധ്യതയുള്ളൊരു കാലം ആരംഭിച്ചിട്ടുണ്ട്. ഉടനെ ഈ വാരം തന്നെ അങ്ങോട്ട് നടക്കുന്നുള്ളതല്ല, അങ്ങനെ ഒരു കാലം ആരംഭിച്ചിട്ടുണ്ട്. അൺഎക്സ്പെക്റ്റഡ് മീറ്റിംഗ് നമ്മൾ പറയുമല്ലോ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില വ്യക്തികൾ പരിചയപ്പെടുവാനും അതുകൊണ്ട് നമുക്ക് ഉയർച്ച ഉണ്ടാകാനും ഒക്കെയുള്ള ഭാഗ്യമുണ്ട്. ഇപ്പോൾ കോൺടാക്ട്സ് ഉള്ളവരോ കോൺടാക്ട്സ് വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ട ഒരു സമയമാണ്. ജോലി ലഭിക്കാനൊക്കെ അത് സഹായിക്കും. പ്രമോഷനോ അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സിനും ഒക്കെ സഹായിക്കുന്ന ഒരു സമയമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. യങ്സ്റ്റേഴ്സിന് അല്ലെങ്കിൽ ജാതകത്തിൽ പ്രണയ യോഗമൊക്കെ ഉള്ളവർക്ക് ഈ എല്ലാം പ്രണയിക്കെന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഞാൻ പ്രണയിച്ചില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട്. പ്രണയം എല്ലാവർക്കും വരുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ ആ പ്രായത്തിലാണെങ്കിൽ പോലും പലർക്കും ആ പ്രണയത്തിൻ്റെ ഒരു ഫീൽ ഉണ്ടാകണമെന്നില്ല എല്ലാവർക്കും. അപ്പോൾ പ്രണയത്തിൻ്റെ നമ്മുടെ ഒരു സ്ട്രക്ചർ അനുസരിച്ച്, ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച് ഒരു പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, അതുപോലെ തന്നെ പ്രായവും ജാതകത്തിൽ ദശാപഹാരങ്ങൾ പ്രണയത്തിൽ അനുകൂലമാണ് എങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്രണയസാധ്യത ഏറിയിരിക്കുന്ന ഒരു വാരമാണ്. നേരത്തെ പറഞ്ഞുള്ള അൺഎക്സ്പെക്റ്റഡ് മീറ്റിംഗ് പ്രണയത്തിലെത്താം, അല്ലെങ്കിൽ ആ സൗഹൃദം ജീവിതത്തിൽ ഒരു ഉയർച്ചയ്ക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആകാൻ സാധ്യതയുള്ള ഒരു വാരമാണെന്ന് പ്രത്യേകിച്ചറിയാം. അപ്പോൾ ഒരു അലേർട്ടായിരിക്കുക. നമുക്ക് എവിടെയെങ്കിലും വേക്കൻസി വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ട്രൈ ചെയ്തോളണം. കാരണം യു വിൽ ഗെറ്റ് എ വെരി ഗുഡ് പോസ്റ്റിംഗ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാധ്യതയുണ്ട്. പ്രൊഫഷണൽ റൈസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷനോ, വിദേശത്ത് പഠനം, ദൂരദേശത്ത് യാത്രാ പഠനം, ആഘോഷം, പിക്നിക്ക്, പുതിയ വസ്ത്രം, വാഹന ലാഭം, ഇതിനൊക്കെയുള്ള ഭാഗ്യമുള്ളൊരു വാരമാണ്. പക്ഷെ വളരെ വൈസായിട്ട് വേണം മുന്നോട്ട് പോകാൻ. ചിലവൊക്കെ ഉണ്ടാവും, ചിലവാക്കുവാനുള്ളൊരു ടെൻഡൻസിയും ഉണ്ടാവും. പക്ഷെ അത് ബാധ്യതയിലേക്ക് കൊണ്ടുപോകാതിരിക്കുവാൻ, ഇപ്പോൾ ബാധ്യതയുള്ളവർക്ക് ബാധ്യത കൂടാണ്ടിരിക്കുവാനും ശ്രദ്ധിക്കണം. കാരണം വരവ് ഇൻകം കൂടുന്നതുകൊണ്ട് പഴയ കടമൊക്കെ ഉള്ളവർക്ക് അത് കുറയ്ക്കാനുള്ളൊരു സാഹചര്യം വരും. ഇപ്പോൾ ഇൻകം കൂടുക എന്ന് പറയുമ്പോൾ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതല്ല. ഇപ്പോൾ ഇൻകം, വരുമാനം കൂടാനോ അല്ലെങ്കിൽ കൂടുന്നതിൻ്റെ ഒരു സൂചന ലഭിക്കാനോ ഒക്കെയുള്ള ഭാഗ്യമുണ്ട്. വളരെ നിരാശയോടുകൂടി ഇരിക്കുന്നവർ ധാരാളം ഉണ്ടാവാം ഈ രാശിയിൽ. കുറേ കാലമായിട്ട് ഒന്നും നടക്കുന്നില്ല, ഇനിയും നടക്കാൻ പോകുന്നില്ല, ഇത് എല്ലാ ആഴ്ചയും ഇത് കേൾക്കണമല്ലേ എന്നൊക്കെ വിചാരിക്കും. അല്ല, അവർക്ക് പല മാറ്റങ്ങളും ജീവിതത്തിൽ വരുന്ന ഒരു സമയമാണ്. ഈ മാറ്റങ്ങൾ വരുമെന്ന് പറയുമ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മാറ്റം വരില്ല. നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യണം എല്ലാ കാര്യത്തിലും. അപ്പോൾ വർക്ക് ചെയ്താൽ എന്തായാലും കിട്ടുമല്ലോ, അത് വെറുതെയാണ്. ഈ വർക്ക് ചെയ്യുന്നവർക്ക് നമ്മൾ ഹാർഡ് വർക്ക് എന്നൊക്കെ പറയുന്ന അവർക്കൊന്നും ചിലപ്പോൾ ചില സമയത്തൊന്നും അവരർഹിക്കുന്നതൊന്നും കിട്ടാറില്ല. ഒരു അക്കാഡമിക്സ്, ഇപ്പോൾ നമ്മൾ ഒരു കോളേജിൽ നോക്കിയാൽ മതി, അക്കാഡമിക്കലി എക്സലൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് പലപ്പോഴും റൈറ്റ് ആൻഡ് ഡിസേർവിങ് പ്ലേസ്മെൻറ്റ് കിട്ടണമെന്നില്ല. അങ്ങനെയുണ്ട്. അതുപോലെ ഒരു വളരെ ക്വാളിഫൈഡ് ആൻഡ് എക്യുപ്ഡ് ആയിട്ടുള്ളൊരു ഗേൾ ആൻഡ് ബോയ്ക്ക് ഒരു ഡിസേർവിങ് മാരേജ് കിട്ടണമെന്നില്ല. വളരെയധികം ശ്രമിക്കുന്നുണ്ടാവും, പക്ഷേ കിട്ടണമെന്നില്ല. എന്നാൽ നല്ലൊരു സമയം വരുമ്പോൾ അധികം ശ്രമിക്കാണ്ട് തന്നെ ഇതൊക്കെ ഇങ്ങനെ വരുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. ഇതിപ്പോൾ ഈ പ്രോഗ്രാം കാണുന്നവരൊന്ന് സ്വയം ചിന്തിച്ചാൽ മതി, നമ്മുടെ പരിചയക്കാരുടെ ഇടയ്ക്ക് ഒന്ന് ചിന്തിച്ചാൽ മതി. പലർക്കും ആ ഡിസേർവിങ് മാരേജോ അല്ലെങ്കിൽ ഡിസേർവിങ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റോ പൂർണ്ണമായിട്ടും ലഭിക്കണം എന്നില്ല. പലപ്പോഴും അനുകൂലമായിട്ടുള്ള സമയം വരുമ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് വന്നോളും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ശ്രമം വേണം, പ്രാർത്ഥന വേണം. അപ്പോൾ അനുകൂലമായിട്ടുള്ളൊരു കാലം ആരംഭിച്ചിട്ടുള്ളതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട എന്താണ്? ഗണപതി പ്രീതി വരുത്തുക. അടുത്ത ക്ഷേത്രത്തിൽ
അതായത് ഗണപതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം കഴിപ്പിക്കുക, കഴിയുമെങ്കിൽ ഒരു പാൽപ്പായസ നിവേദ്യവും കഴിപ്പിച്ചോളൂ, ഒരു നാളികേരം അവിടെ സമർപ്പിച്ചോളൂ. ആ ക്ഷേത്രത്തിലെ നാഥനോ നാഥയോ ഇപ്പോൾ ദേവിയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കുങ്കുമാർച്ചന അവിടെ കൊടുക്കും, അല്പം പിച്ചിപ്പൂവോ മുല്ലപ്പൂവോ അവിടെ സമർപ്പിക്കുകയും വേണം. അപ്പോൾ കാര്യങ്ങൾ ആകർഷിച്ചെടുക്കാനായിട്ട് അത് വളരെയധികം സഹായിക്കും. ദിവസവും പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ സമയത്തെ, കാരണം നേട്ടങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ പ്രാർത്ഥനയിൽ ഗണപതിക്ക് പ്രാധാന്യം കൊടുക്കും. വളരെ പ്രശസ്തമായിട്ടുള്ള സ്തോത്രം ഉണ്ടല്ലോ, പ്രണമ്യ ശിരസാ ദേവം ഗൗരീപുത്രം വിനായകം. അത് ദിവസവും ജപിച്ചോളൂ. കിഴക്ക് ദർശനമായിട്ട് 5 പ്രാവശ്യം വെച്ച് ജപിച്ചോളൂ. തടസ്സങ്ങളൊക്കെ നീങ്ങി അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ചിങ്ങം രാശി, മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം. പൊതുവെ ശരീരത്തിനൊരു ക്ഷീണമൊക്കെ അനുഭവപ്പെടുന്ന ആ ഒരു വാരമാണ്. വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും യങ് ആൻഡ് ഹെൽത്തി ആണെങ്കിൽ പോലും ഒരു മടി, ശരീരത്തിനൊരു ക്ഷീണം, കിടക്കാനുള്ളൊരു ടെൻഡൻസി, ഇതൊക്കെ വരാം. അപ്പോൾ അക്കാഡമിക്സിലൊക്കെ പിന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് പേരൻറ്റ്സ്, അച്ഛനും അമ്മയൊക്കെ കുട്ടിയുടെ പഠന കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കുകയും ഒരു ഹെൽപ്പ്, സഹായം ആവശ്യമുണ്ടെങ്കിൽ ഒരു ട്യൂഷൻ സെൻറ്ററിലോ അല്ലെങ്കിൽ ഒരു കോച്ചിങ് സെൻറ്ററിലോ ഒക്കെ വിടുകയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അച്ഛനും അമ്മയും നന്നായിട്ട് വീട്ടിൽ ശ്രദ്ധിക്കുകയും വേണം. അവരെ വഴക്ക് പറയുക എന്നുള്ളതല്ല, അവരൊന്ന് എൻകറേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. വളരെ ഇനാക്റ്റീവായിട്ടിരിക്കുന്ന ഒരു കുട്ടിയെ ബി ആക്റ്റീവ് ആൻഡ് യു വിൽ കം അപ്പ് വെരി വെൽ ഇൻ ലൈഫ്, ഇതാണ് അതിൻ്റെ സമയം എന്ന് പറയുക. എന്താ വെറുതെ സമയം കളയുന്ന എന്ന് ചോദിക്കുന്നതിന് പകരം ഇതാണ് അതിൻ്റെ സമയം, ദിസ് ഈസ് ദ റൈറ്റ് ടൈം ഫോർ യു ടു കം അപ്പ് ഇൻ ലൈഫ്, യൂട്ടിലൈസ് ദ പ്രസൻറ്റ് പീരീഡ് എന്നുള്ള രീതിയിൽ വേണം കുട്ടികളെ സമീപിക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സം അനുഭവപ്പെടും. ശനി അത്ര അനുകൂല ഭാവത്തിലല്ല. അപ്പോൾ അതുകൊണ്ട് തടസ്സം അനുഭവപ്പെടും. എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും എന്താ ഇങ്ങനെ ഇപ്പോൾ തടസ്സം എന്ന് നമ്മൾ സ്വയം തോന്നുന്ന ഒരു കാലവുമാണ്. അത് നമ്മൾ അങ്ങോട്ട് ബ്രേക്ക് ചെയ്യണം. അത് നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഈ തടസ്സങ്ങളൊക്കെ തന്നെ അങ്ങോട്ട് നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ശനി സ്തോത്രം ദിവസവും ജപിച്ചോളൂ. ധർമ്മശാസ്ത്ര സ്തോത്രവും ജപിക്കുക. പ്രശസ്തമായിട്ടുള്ള ആ ശ്ലോകം അറിയാമല്ലോ അല്ലേ? നീലാഞ്ജന സമാഭാസം, വേറൊരു വേർഷനുണ്ട്, നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം എന്നുള്ള ഓം ശനൈശ്ചരായ നമഃ എന്നുള്ള 4 വരി ശ്ലോകവും മന്ത്രവും ജപിച്ചുള്ളൂ. 9 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും. പ്രയാസങ്ങളൊക്കെ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. ശനിപ്രീതി ഉണ്ടായിക്കഴിഞ്ഞ് ഈ തടസ്സങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങും. സാമ്പത്തികമായിട്ട് അധിക പണച്ചെലവും ബാധ്യതയുള്ളവർക്ക് മനപ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ വരുന്ന കാലം തന്നെയാണ്. എന്നാൽ ഈ പ്രാർത്ഥന കൊണ്ട് അതൊക്കെ അങ്ങോട്ട് നീങ്ങിപ്പോകും. എന്തെങ്കിലും ഒരു മാർഗം ഭഗവാൻ കാണിച്ചു തരും ഈ പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നേടുവാനായിട്ട്. വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ മധ്യമകാലം എന്നേ പറയാൻ പറ്റുള്ളൂ. ജാതകമൊക്കെ പരിശോധിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കാരണവസ്ഥാനീയരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് മാത്രം വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുക. അതാണ് നല്ലത്. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിരിക്കുക. കന്നിരാശി, ഉത്തര അവസാനത്തെ 3/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. വിവാഹ കാര്യങ്ങൾക്ക് തരക്കേടില്ലാത്ത ഒരു സമയം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവിചാരിതമായിട്ടുള്ള കാരണങ്ങളാൽ വിവാഹം തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് ഇങ്ങോട്ട് അന്വേഷിച്ച് വന്നതിന് ശേഷം പിന്നെ മറുപടിയൊന്നും ഉണ്ടാവില്ല. ഒരുപക്ഷെ ഇങ്ങോട്ടായിരിക്കും പ്രപ്പോസൽ വരുന്നത്, മറുപടിയൊന്നും ഉണ്ടാവില്ല. വിവാഹ നിശ്ചയമൊക്കെ നടത്താം എന്നൊക്കെയുള്ള ഒരു സാഹചര്യം ആകുമ്പോഴേക്കും എന്തെങ്കിലും ഒരു തടസ്സം വരിക. അങ്ങനെ വിവാഹമൊക്കെ ഒന്ന് വൈകി നടത്തേണ്ട ഒരു സാഹചര്യമോ അല്ലെങ്കിൽ വൈകിപ്പോകാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. കാലം അങ്ങ് മാറുകയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. ആ കാലം അങ്ങോട്ട് മാറിയിട്ട് കുറച്ചുകൂടി മെച്ചമായിട്ടുള്ള ഒരു സമയം വരുന്നുണ്ട്. അപ്പോൾ അതാരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ വിവാഹ കാര്യങ്ങൾക്ക് ഒരു അനുകൂലമായിട്ടുള്ള സമയത്തിൻ്റെ ആരംഭമാണ്. അങ്ങോട്ട് ആയിട്ടില്ല, ബലം ആയിട്ടില്ല, എന്നാലും ആരംഭമാണ്. അതുകൊണ്ട് വിവാഹ കാര്യങ്ങൾക്ക് പ്രത്യേകം ശ്രമിച്ചോളൂ. നല്ലൊരു വിവാഹം തന്നെ വരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്ക് തരക്കേടില്ലാത്ത ഒരു പ്ലേസ്മെൻറ്റ് വന്നു ചേരാൻ, ഇപ്പോൾ ജോലിയുള്ളവർക്ക് പ്രൊമോഷൻ, അങ്ങനെയുള്ള ഒരു സാലറി അരിയേഴ്സ് കിട്ടുക, സാലറിയിൽ ബെറ്റർമെൻറ്റ് ഉണ്ടാകുക, പുതിയ കമ്പനിയിൽ
ഒരു പ്ലേസ്മെൻറ്റ് തരപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുകൂലമായിട്ടുള്ള ഫലസൂചനകളുണ്ട്. അതായത് ഗൃഹത്തിൽ പാർട്ടിഷൻ നടക്കുക, അതിൻ്റെ ഒരു ഇൻകം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു സമ്മോ അല്ലെങ്കിൽ ഒരു വസ്തുവോ ഒക്കെ വരിക, ഇതിനൊക്കെ ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ഉല്ലാസയാത്ര, പിക്നിക്ക്, കോസ്റ്റ്ലി ഐറ്റംസിൻ്റെ പർച്ചേസ്, ലൈക്ക് ഇപ്പോൾ റിച്ച് പീപ്പിൾ ആണെന്നുണ്ടെങ്കിൽ കാറ്, അങ്ങനെയുള്ള കോസ്റ്റ്ലി കാസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക് അപ്ലയൻസസ് വാങ്ങുക, വീട്ടമ്മമാർക്കാണെങ്കിൽ അത് അങ്ങനെയുള്ള എക്യുപ്മെൻ്റൊക്കെ വാങ്ങുന്നതുകൊണ്ട് ജോലി ഒന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. രാശിനാഥനായിട്ടുള്ള ബുധനെ പ്രത്യേകം പ്രാർത്ഥിച്ചോളൂ. ബുധനാഴ്ച നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി, കഴിയുമെങ്കിൽ ബുധനൊരു പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളൂ. ബുധൻ്റെ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങി ജീവിതത്തിൽ ഐശ്വര്യം വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. പലതരത്തിലുള്ള സൂചനകൾ വന്നു ചേരുന്ന, അതായത് അനുകൂലമായിട്ടുള്ള സൂചനകൾ വന്നു ചേരുന്ന ഒരു വാരമാണ്. ഇപ്പോൾ വിവാഹ കാര്യത്തിലായാലും ജോലിക്കാര്യത്തിലായാലും പ്രൊമോഷൻ്റെ കാര്യത്തിലായാലും ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ എന്ന് മാത്രമല്ല, വിദേശത്തൊക്കെ പോകാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ വരും. എന്നാൽ പലർക്കും ഈ അനുകൂലമായിട്ടുള്ള ഫലസൂചനയിൽ ഒരു വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം വരില്ല. അല്പം ഒന്ന് വൈകാനുള്ള സാധ്യതയും വാരാന്ത്യത്തോടുകൂടി വരുവാൻ സാധ്യതയേറെയാണ് എന്നുള്ള കാര്യം അറിയുക. അതുകൊണ്ട് വിശ്വസിച്ച് ഒരാളെ പണം ഏൽപ്പിക്കുക, വിശ്വസിച്ച് ഒരാളെ അധികാരം, കീ ഒക്കെ കൊടുക്കുക നമ്മൾ പറയുമല്ലോ, അതിനൊന്നും പറ്റിയ സമയമല്ല. സൽപ്പേരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. സൽപ്പേരിന് പ്രയാസങ്ങൾ വരുന്ന ഒരു വാരമാണ് എന്നുള്ള കാര്യം അറിയുക. അപ്പോൾ അതുകൊണ്ട് കൂട്ടുകെട്ടൊക്കെ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുക. യങ്സ്റ്റേഴ്സ്, വിദ്യാർത്ഥികളൊക്കെ കോളേജിലായാലും സ്കൂളിലായാലും അവരുടെ ആ ഒരു സോഷ്യൽ ആക്ടിവിറ്റീസൊക്കെ അതൊക്കെ ആകാമെങ്കിലും ഈ ഫ്രണ്ട്സുമായിട്ടുള്ള ഓവർ മിംഗ്ലിങ്, ഒരു ടൂർ ആൻഡ് ട്രാവൽ, അല്ലെങ്കിൽ പറയാറില്ല ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോയി ഇവിടെ പോയി, അതൊന്നും തൽക്കാലം ഈ വാരം വേണ്ട എന്നുള്ളതാണ് സൂചന എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അതുപോലെ പ്രണയം, അങ്ങനെയുള്ള പുതിയ സൗഹൃദം, പിന്നെ പുതിയ പാർട്ട്നേഴ്സ് ബിസിനസ്സിൽ വരിക, അതിനും ഒന്നും അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല എന്നറിയാം. റോങ് ഡിസിഷൻ മേക്കിംഗ് വരാം. നമുക്ക് തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ബിസിനസ് താഴേക്ക് വരാനാണ് യോഗം. അതുപോലെ തന്നെ ബാധ്യത വരുത്തി വയ്ക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ബാധ്യതയുള്ളവർക്ക് മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടുണ്ടാകും. അതൊക്കെ അങ്ങോട്ട് കുറയ്ക്കുവാൻ കഴിയുന്ന ഒരു കാലം ആരംഭിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് മഹാലക്ഷ്മി സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ. ഈ മഹാലക്ഷ്മി സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ കുറയും എന്നുള്ളതിൽ സംശയം വേണ്ട. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഈ പ്രാർത്ഥന ഒരു ദിവസം പോലും മുടക്കരുത് കേട്ടോ. ഈ പ്രാർത്ഥന കൊണ്ട് ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം, അനീഴം തൃക്കേട്ട. വിദ്യാഭ്യാസം അതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ഹയർ എഡ്യൂക്കേഷന് ശ്രമിക്കേണ്ടവർ ശ്രമിക്കുക. ഇപ്പോൾ PhD കോഴ്സ് ആയാലും മാനേജ്മെൻറ്റ്, മെഡിക്കൽ ഫീൽഡ് ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള അവസരം ഒരുങ്ങി വരും എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക. അതായത് എക്സാംസൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, വളരെ അലേർട്ടായിരിക്കുക, എവിടെയൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിച്ചറിയുക. അതുപോലെ വിദേശത്തൊക്കെ എഡ്യൂക്കേഷനോ ജോലിക്കോ വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബെറ്റർ പീരീഡ് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് അതിന് പറ്റിയൊരു സമയം. അതിനുവേണ്ടി ശ്രമിച്ചോളൂ. ഒരു ഓപ്പർച്യൂണിറ്റി വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. നമ്മളെ കോൺടാക്ട്സൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് നന്നാക്കി എടുക്കണം. ഈ സമയത്ത് ഒരു കോൺടാക്റ്റൊക്കെ നന്നായിട്ട് ഒരു ബ്രഷ് ചെയ്തെടുക്കുന്നതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ എളുപ്പം വിജയത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ കഴിയും. അല്പം ഒരു നിരാശ പല കാര്യങ്ങളിലും ഉണ്ടാകും. ഇമ്മീഡിയറ്റ് പാസ്റ്റിൽ പലതും ഇങ്ങനെ ശ്രമിച്ച് ഒരുപക്ഷെ വിജയത്തിൽ എത്തിയിട്ടുണ്ടാവില്ല. ഇനിയുള്ള കാലം അങ്ങനെയല്ല. നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നു അത്രത്തോളം ബെറ്റർ റിസൾട്ട്സ് വരുന്ന ഒരു സമയം ആരംഭിച്ചിട്ടുണ്ട്. ആ റിസൾട്ട് ലഭിക്കുവാനുള്ള യോഗമുണ്ട്. ഇനി പ്രാർത്ഥന, ശ്രമം, ഈ രണ്ട് കാര്യങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ. വിവാഹ കാര്യങ്ങൾക്കും തരക്കേടില്ലാത്തൊരു സമയം ആരംഭിച്ചിട്ടുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് കഴിഞ്ഞ 12 മാസമായിട്ട് ആവർത്തിച്ച് തടസ്സം വന്നിട്ടുള്ളവർക്ക് ഒരുപക്ഷെ മനസ്സിനൊരു വിഷമവും നിരാശയൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. എന്താ ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ വിവാഹത്തിൽ ഇങ്ങനെ തടസ്സം വരുന്നത്? അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഒക്കെ തോന്നാം, കുട്ടിക്ക് എല്ലാ ക്വാളിറ്റീസും ഉണ്ട്, എന്നിട്ട് നല്ലൊരു വിവാഹം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കാം. പക്ഷേ എന്നാൽ
ഒരു മെച്ചമായിട്ടുള്ള കാലം ആരംഭിച്ചിട്ടുണ്ട്. ഈ വാരം അതിന് അനുകൂലമാണ് എന്നുള്ളതുകൊണ്ട് വിവാഹ കാര്യത്തിനായി ശ്രമിക്കാവുന്നതാണ്. പ്രാർത്ഥനയോടുകൂടി ശ്രമിക്കുക. ഇപ്പോൾ ചൊവ്വാദോഷമൊക്കെ ഉള്ളവർക്ക് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ചൊവ്വയ്ക്ക് പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും ചൊവ്വ സ്തോത്രം ജപിക്കുകയും അല്ലെങ്കിൽ ഭദ്രകാളി സ്തോത്രം ജപിക്കുകയും ചെയ്യുന്നതുകൊണ്ട് പ്രയാസങ്ങൾ, വിവാഹ കാര്യത്തിലെ തടസ്സങ്ങൾ നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. നല്ലൊരു വിവാഹബന്ധം തന്നെ വന്നു ചേരാൻ ഭാഗ്യമുള്ളൊരു കാര്യം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. ദൂരദേശത്തും വിദേശത്തുമൊക്കെ യാത്ര, പിക്നിക്, ടൂർ, അതിനൊക്കെയുള്ള ഒരു ഭാഗ്യമുണ്ട്. അൺഎക്സ്പെക്റ്റഡ് സോഴ്സിൽ നിന്ന് പണം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. അതുപോലെ കുടുംബത്തിൽ പാർട്ടീഷനൊക്കെ താല്പര്യമുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു കാലമാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഗൃഹത്തിലെ ഒരു അവസ്ഥ അങ്ങനെയാണെങ്കിൽ പാർട്ടീഷൻ നടക്കാം. പാർട്ടീഷൻ നടന്ന ചില നേട്ടങ്ങൾ സാമ്പത്തികമായിട്ട് വരാനുള്ള ഭാഗ്യമുണ്ട്. വസ്തു വിൽപ്പനയ്ക്ക് ഒക്കെ നല്ല സമയമാണ്. വസ്തു വിറ്റ് പുതിയ വസ്തു വാങ്ങാനോ അല്ലെങ്കിൽ പഴയ വാഹനം അങ്ങോട്ട് വിറ്റിട്ട് പുതിയ വാഹനം എക്സ്ചേഞ്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കാനോ ഭാഗ്യമുള്ള വാരമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിഞ്ഞോളൂ. അനുകൂലമായിട്ടുള്ള ഈ ഫലസൂചനകളിലെ തടസ്സങ്ങൾ നീക്കുവാനായി ചൊവ്വാഴ്ച ശ്രീ ഭദ്ര ക്ഷേത്ര ദർശനം ഉത്തമമാണ്. അവിടെ ഒരു കുങ്കുമാർച്ചന കൂടെ കഴിപ്പിക്കാം എന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ഭദ്രാ സ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. ഭദ്രാംബിക സ്തോത്രം അതെല്ലാ ബുക്സിലും ഉണ്ട്. പലരും ചോദിക്കാറുണ്ട് എന്താ ഇപ്പോൾ ഈ ഭദ്രാംബിക സ്തോത്രം. ഭദ്രകാളി പ്രീതികരമായിട്ടുള്ള ഒരു സ്തോത്രമാണ് എന്നുള്ള കാര്യം അറിയാം. അതെല്ലാ ബുക്സിലുണ്ട്. അഷ്ടോത്തര നാമാവലിയിലുണ്ട്. അതിലൊക്കെ ഉണ്ടാവും. ആ ബുക്ക് വാങ്ങി നോക്കിയാൽ മതി. അത് പാരായണം ചെയ്യുക. ദിവസവും അതങ്ങോട്ട് ജപിക്കുക. കുറച്ച് ബൈഹാർട്ട് ആയതിനു ശേഷം കണ്ണടച്ച് ഭദ്രയുടെ അങ്ങനെ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇത് ജപിച്ചോളൂ. ഫലസിദ്ധി ഉറപ്പാണ്. സാമ്പത്തികമായി മെച്ചമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. പഴയ ബാധ്യതകൾ ഉള്ളവർക്കും അത് കുറയ്ക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും. എല്ലാ കാര്യത്തിലും ഭദ്രകാളി രക്ഷകയായിട്ട് ഭവിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകും. പലതിനുമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ റെസ്പോൺസ് ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ വിവാഹാലോചനയിൽ അങ്ങോട്ട് മുന്നോട്ട് പോയതാണ്, പക്ഷേ എന്താ ഇപ്പോൾ മറുപടിയൊന്നും ഇല്ലാത്ത എന്നൊക്കെ ഓർത്ത് ചിലപ്പോൾ അല്പം ഒരു ടെൻഷൻ വരാം. എന്നാൽ പ്രാർത്ഥന കൊണ്ട് ഇത് മാറ്റുവാൻ കഴിയും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷൻ, ഇപ്പോൾ ഉദാഹരണത്തിന് ഫോറിൻ കൺട്രീസിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരമൊക്കെ ഒരുങ്ങുമെങ്കിലും ഒരു ലാസ്റ്റ് മോമെൻറ്റ് ഹിച്ച് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, എന്തൊക്കെ തടസ്സങ്ങൾ അവിചാരിതമായിട്ട് വരുന്നില്ലേ എന്നുള്ളൊരു തോന്നലുണ്ടാകും. അപ്പോൾ വസ്തു വിൽക്കാനൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് ഏതാണ്ടൊക്കെ അടുത്ത് വരും, പക്ഷെ പിന്നെ മറുപടി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വസ്തു വിൽക്കാനും ഒക്കെ കഴിയാത്തത് കൊണ്ടുള്ളൊരു മെൻ്റൽ ടെൻഷൻ, കടം കൂടി വരികയാണല്ലോ. ഈ രാശിയിൽ ജനിച്ച ഈ കുറച്ച് പേർക്ക് കഴിഞ്ഞ കാലത്ത് ഇങ്ങനെ കടം, മെജോറിറ്റി അല്ല മൈനോറിറ്റി, ഒരു ചെറിയൊരു ഗ്രൂപ്പിന് അല്പ ബാധ്യത കൂടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ട് മഹാലക്ഷ്മി പ്രീതി വരുത്തിക്കോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. എങ്ങനെയാണത് മഹാലക്ഷ്മി പ്രീതി വരുന്നത്? മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ. അത് പ്രത്യേകം ജപിച്ചോളൂ. 9 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും സാമ്പത്തികമായിട്ട് എന്നുള്ളതിന് സംശയം ഒന്നും തന്നെ വേണ്ട. നല്ലൊരു രീതിയിലേക്ക് ഉയർന്നു വരുവാൻ ഭാഗ്യം ഉണ്ടാവും ഈ നാമജപം ഉണ്ടെങ്കിൽ. മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്താം. ഇപ്പോൾ ചോറ്റാനിക്കരയൊക്കെ ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പല പ്രയാസങ്ങളും ജീവിതത്തിൽ നീങ്ങിപ്പോകുന്ന ഒരു കാലം തന്നെയാണ് എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മകരം രാശി ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അതിൽ ചിലതൊക്കെ അല്പം ഒന്ന് നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയും എന്നുള്ളതുകൊണ്ട് ഈ സമയത്ത് ഒരു ക്രോണിക് ആയിട്ടുള്ള കുറച്ചു കാലമായിട്ട് നീണ്ടു നിൽക്കുന്ന എന്തെങ്കിലും ആരോഗ്യ പ്രയാസമുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ സ്വീകരിക്കാം. അതിൽ അല്പം ഒന്ന് മെച്ചമാകുന്നതിൻ്റെ ഒരു സൂചനയൊക്കെ ലഭിക്കും. ഈ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഡൈജസ്റ്റീവായിട്ടുള്ള ഡിസോർഡേഴ്സ്, ഇതിനൊക്കെ ചെറിയ ട്രീറ്റ്മെൻറ്റ് വേണ്ടുന്ന ഒരു കാലമാണ്. അതിൽ പൂർണ്ണമായിട്ട് സുഖം ലഭിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. വിവാഹകാര്യങ്ങൾക്ക് തരക്കേടില്ലാത്തൊരു കാലം തന്നെയാണ്. വിവാഹം നടക്കുവാനോ ഇഷ്ടപ്പെട്ട വ്യക്തിയെയൊക്കെ കണ്ടുമുട്ടുവാനോ ഒക്കെയുള്ള
ഭാഗ്യമുണ്ട്. ഇഷ്ടപ്പെട്ട വ്യക്തി, നമ്മൾ പ്രണയം, വിവാഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ലല്ലോ, നമ്മുടെ ബിസിനസ്സിന് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിന് പറ്റിയ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുവാനൊക്കെയുള്ള ഭാഗ്യമുണ്ട്. പഴയ പരിചയം പുതുക്കുവാനുള്ള യോഗവുമുണ്ട്. ജീവിതത്തിൽ ഒരു ഉയർച്ചയുടെ ഒരു ഫീല് വരും എന്നുള്ളതാണ്. പോസിറ്റീവായിട്ടുള്ള എന്തൊക്കെ അങ്ങനെ വരുന്നുണ്ട് എന്നുള്ളൊരു സൂചനയും ലഭിക്കും എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ട് പുരോഗതി ദൃശ്യമാകും. പഴയ കടമൊക്കെ ഉള്ളവർക്ക് അത് കുറയ്ക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യവും വരും എന്നുള്ള കാര്യം അറിഞ്ഞോളുക. ദൂരയാത്രയ്ക്കൊക്കെയുള്ള സാധ്യതയും ദൂരദേശത്ത് ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. ജോലിക്കായിട്ട് ഈ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ജോലിക്ക് ഉടനെ തന്നെ ശ്രമിച്ചോളൂ. വൈകാതെ തന്നെ ജോലി ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിയുക. ഈ രാശിനാഥനായിട്ടുള്ള ശനിയെ ബലപ്പെടുത്തുക എന്നുള്ളതാണ്. ജാതകത്തിൽ ശനിക്ക് നല്ല സ്ഥാനം കൂടി ഉണ്ടെങ്കിൽ ഈ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പൂർണ്ണമായിട്ടും വന്നു ചേരും. എന്നാലും ചെറിയ ജോയിൻസിനൊക്കെ വേദനയോ മൈഗ്രെയിൻ പോസിബിലിറ്റീസോ അൺറിക്വയർഡ് ആൻഡ് അൺനെസസറി ടെൻഷനോ പല കാരണങ്ങൾ കൊണ്ടുമൊക്കെ വരുവാൻ സാധ്യതയേറെയുള്ള വാരമാണെന്നറിയാം. നാഗപ്രീതി അത്യാവശ്യം വരുത്തണം. മണ്ണാർശാല പോലെയുള്ള പ്രശസ്തമായിട്ടുള്ള നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ഒരു 5 മുഹൂർത്തം, നിയർലി 5 hours, ഒരു മുഹൂർത്തം 48 minutes ആണ്. അപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ലഭിക്കും എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതി ആദ്യത്തെ 1/4 ഭാഗം. 7th ശനി കാലം എന്ന് പറയുക, അതിൽ ജന്മശനി കാലമാണ്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാലം എന്നേ ഉള്ളൂ എൻ്റെ അർത്ഥം. അതായത് പുതിയ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുമ്പോൾ വൈകാരികമായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യത്തിലുള്ള തീരുമാനമാണെങ്കിൽ അത് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യുക. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ കാരണവസ്ഥാനീയരുടെ അഭിപ്രായം ചോദിക്കാം, അല്ലെങ്കിൽ ഗുരുസ്ഥാനീയരുടെ അഭിപ്രായമൊക്കെ ചോദിക്കാം. അവർ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. കാരണം റോങ് ഡിസിഷൻ മേക്കിംഗ് എല്ലാ കാര്യത്തിലും വരാം. പ്രത്യേകിച്ച് യങ് ആണെങ്കിൽ വിവാഹ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിലൊക്കെ പ്രയാസങ്ങൾ വരാം എന്നുള്ളതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. കുറച്ചുകൂടെ പ്രായമായവർക്ക് അവരുടെ കുട്ടികളുടെ വിവാഹ കാര്യങ്ങൾ, അവരുടെ പ്രൊഫഷൻ, കരിയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തടസ്സം വരാം എന്നുള്ളതുകൊണ്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. എന്ത് നമ്മൾ ചിന്തിച്ചാലും ശനിപ്രീതി ഉണ്ടെങ്കിൽ അതൊക്കെ സാധ്യമായി വരും എന്നുള്ളതിൽ സംശയം വേണ്ട. ശനിയാഴ്ചകളിൽ വ്രതമെടുത്ത് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തിക്കൊള്ളൂ. അവിടെ ഒരു മുഹൂർത്തകാലം നിന്ന് പ്രാർത്ഥിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം മാത്രമല്ല, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനിക്ക് പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളൂ കേട്ടോ. ശനിക്ക് പുഷ്പാഞ്ജലി കഴിയുമെങ്കിൽ പുഷ്പാഞ്ജലി ദർശനവും ധാരാളം മതിയാകുന്നതാണ്. പ്രയാസങ്ങൾ, തടസ്സങ്ങളൊക്കെ നീങ്ങിപ്പോകും. അകാരണമായിട്ടുള്ളൊരു ഭയമൊക്കെ മനസ്സിൽ വരാം. ഒരു മിഡിൽ ഏജ്ഡ് 36 വയസ്സിന് 3ാം വ്യാഴവട്ടം കഴിഞ്ഞവർക്കെന്നാണ് പറയുക. അപ്പോൾ 36 വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു പക്ഷേ ഇങ്ങനെ ആരോഗ്യ കാര്യങ്ങളിലോ ശരീരത്തിലോ ഒക്കെ ഇങ്ങനെ ചിന്തിച്ച്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ച് മനസ്സിന് വ്യഥ വരുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് ആചാര്യന്മാർ പറയുന്നത്. ഈ പ്രയാസങ്ങൾ അങ്ങോട്ട് നീക്കുവാനായി ആദിത്യ ഹൃദയ സ്തോത്രം ജപിച്ചോളൂ. ജയതു ജയതു സൂര്യം സപ്തലോകൈകദീപം കിരണശമിത പാപം ക്ലേശ ദുഃഖസ്യ നാശം എന്നാരംഭിക്കുന്ന ആദിത്യ ഹൃദയ സ്തോത്രം ജപിച്ചോളൂ. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങിപ്പോകും. ജോലിസ്ഥലത്തുണ്ടാകുവാൻ സാധ്യതയുള്ള പ്രയാസങ്ങളൊക്കെ ഒന്ന് റെഡ്യൂസ്ഡ് ആകുന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ 1/4 ഭാഗം, ഉത്രിട്ടാതി, രേവതി. പണച്ചെലവ് അല്പം കൂടിയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വെഹിക്കിളിനോ ഗൃഹത്തിനോ ഒക്കെ റിപ്പയർ വർക്ക് വരാം, അല്ലെങ്കിൽ മോടി പിടിപ്പിക്കുവാനായി പണം ചെലവാക്കുന്ന ഒരു സമയമാണ്. അവിടെയൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരാം. അതുപോലെ യാത്രകൾ വരാം, അവിചാരിതമായിട്ടുള്ള യാത്രകൾ, വിവാഹം, മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗം, ഇതൊക്കെ വരുമെങ്കിൽ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട് അധിക പണച്ചെലവ് വരുന്നതുകൊണ്ട് ഈ മാസം അല്പം ടൈറ്റ് ആകുവാനുള്ള ഇൻകമൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ഇൻകത്തിൽ നിന്ന് സ്പെൻഡ് ചെയ്തു പോകാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. അപ്പോൾ ചിലവില്ല ലക്ഷറി ഐറ്റംസിലൊക്കെ ഒരു നിയന്ത്രണം വേണം. അതൊക്കെ മറ്റൊരു അവസരത്തിലേക്ക് മാറ്റിവെക്കുക. അൺനെസസറി റിപ്പയർ വർക്കും തൽക്കാലം ഈ വാരം വേണ്ട, മറ്റൊരു അവസരത്തിലേക്ക് അത് മാറ്റിവെക്കുന്നതായിരിക്കും നല്ല. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. അധിക ശ്രദ്ധ വേണം. ശരീരത്തിനൊരു ക്ഷീണവും പഠിക്കാനുള്ളൊരു താല്പര്യക്കുറവും ഒക്കെ വരാം. ഈ കോഴ്സ് അങ്ങോട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നാം. സരസ്വതി പ്രീതി വരുത്തിക്കൊള്ളൂ. ഈ ചിന്ത അങ്ങോട്ട് മാറും.
സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഈ ശ്ലോകം 9 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ജപിച്ചോളൂ. പ്രയാസങ്ങളൊക്കെ തന്നെയും അതായത് ഈ ജോലി സംബന്ധമായിട്ടുള്ള ഔചിത്യത്തോടുകൂടി സംസാരിക്കാനുള്ള കഴിവ്, പഠനകാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിയായി വരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. പിന്നെ ചിലവിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിയന്ത്രണം ഇമ്പോസ് ചെയ്യണം. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അല്പ വരുമാന കൂടുതലൊക്കെ ഉണ്ടായിരുന്നു. വരുമാന കൂടുതലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഈ രാശിയിൽ ജനിച്ചവരുടെ ഒരു സൈസബിൾ നമ്പറിന് ഉണ്ടായിരുന്നിരിക്കാം. അതിൻ്റെ ആ സ്പെൻഡിങ്ങൊക്കെ ഒന്ന് നിയന്ത്രിച്ചോളുക എന്നുള്ളതാണ്. ബാധ്യതയുണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രമിക്കുക. സ്കിൻ പ്രോബ്ലംസോ ചെറിയ മുറിവ് അങ്ങനെയുള്ള പ്രയാസങ്ങളോ ഒക്കെ വരാം എന്നുള്ളതുകൊണ്ട് ഡ്രൈവിങ്ങും റൈഡിങ്ങും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വിവാഹ കാര്യത്തിലെയൊക്കെ തീരുമാനങ്ങളും മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇൻലോസ് അല്ലെങ്കിൽ ചില പരിചയക്കാരുമൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് മനോനിയന്ത്രണം അത്യാവശ്യം വേണം എന്നുള്ള കാര്യവും അറിഞ്ഞോളുക. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിം എന്നുള്ള ആ ശ്ലോകം 9 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി ദൈവാധീനം വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. കൂട്ടുകെട്ടുമൊക്കെ ശ്രദ്ധിക്കേണ്ട കാലമാണ്. അപ്പം അതുകൊണ്ട് ആ പ്രയാസങ്ങളും കൂട്ടുകെട്ട് ശ്രദ്ധിക്കുന്നത് കൊണ്ട് നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ഇന്നത്തെ 27 നക്ഷത്രക്കാരുടെ, അതായത് 12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലസൂചനകളാണ് ഇവിടെ പറഞ്ഞ ഒരു വാരത്തിൻ്റെ ഫലസൂചനകളാണ് പറഞ്ഞത്. ഇനി മെയിൽസിലേക്ക് കടക്കാം. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽസ് അയക്കാം. പരിഹാര നിർദ്ദേശങ്ങളും മറുപടിയും ഈ പ്രോഗ്രാമിലൂടെ ലഭിക്കും എന്നറിയുക. അപ്പോൾ മെയിൽ അയക്കുമ്പോൾ പൂർണ്ണമായിട്ടുള്ള പേരും എവിടുന്ന മെയിൽ അയക്കുന്ന എന്നുള്ള ഡീറ്റെയിൽസ് വേണം. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, പിന്നെ എന്താണ് അറിയേണ്ടത് എന്നുള്ള കാര്യം കൂടി എഴുതിയിട്ടുണ്ടായിരിക്കണം. മറുപടി ഈ പ്രോഗ്രാമിലൂടെ നൽകുവാൻ ശ്രമിക്കാം. മെയിലിൽ ആദ്യത്തെ മെയിൽ മിനി സി അയ്യർ പാലക്കാട് നിന്നാണ്. PhD ഇൻ കെമിസ്ട്രിയാണ്. ടെമ്പററി ജോബ്സ് ഇതുവരെയായിട്ടും കിട്ടിയിട്ടുള്ളൂ. 29 വയസ്സായി. ആയില്യം നക്ഷത്രം. ഇപ്പം എന്താ ചെയ്യുക എന്നുള്ള ഒരു തീരുമാനം പോലും എടുക്കുവാൻ കഴിയുന്നില്ല. പഠിക്കാൻ ബ്രൈറ്റായിരുന്നു, പക്ഷേ ഒന്നും ആയില്ല എന്നുള്ളതിൻ്റെ ഒരു വിഷമമുണ്ട്. വിഷമിക്കാനൊന്നും തന്നെയില്ല. വളരെ ബ്രൈറ്റാണ് ഇയാൾ. കുമാരി മിനിക്ക് ദൂരദേശത്ത് ജോലി ലഭിക്കാൻ ഭാഗ്യമുണ്ട് എന്ന് മാത്രമല്ല ഈ ജലരാശിയും പല കാര്യങ്ങളിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള സയൻസ് ഉണ്ട്. വൈകിയാണെങ്കിലും നല്ലൊരു സ്ഥിതി വരും. വിദേശത്ത് അധ്യാപിക ടീച്ചിങ് ലൈനിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതുകൊണ്ട് അതിനും ശ്രമിക്കാവുന്നതാണ്. കോളേജ് ലൈഫിൽ കോളേജ് കഴിഞ്ഞ കാലത്തുമൊക്കെ ധാരാളം പ്രപ്പോസൽസ് ഉണ്ടായിരുന്നു. വിവാഹമൊക്കെ നടക്കുന്നതാണ് വീട്ടുകാർ ധരിച്ചിരുന്നത്. പക്ഷേ വിവാഹവും ഇതുവരെയായിട്ടും ആയിട്ടില്ല. വിവാഹം ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 7ാം ഭാവത്തിന് ബലമുണ്ട്. ശനിദൃഷ്ടി ഉള്ളതുകൊണ്ടാണ് വിവാഹം വൈകുന്നത്. വളരെ നല്ല വിവാഹം തന്നെ കിട്ടാനുള്ള യോഗമുണ്ട്. ശുക്രൻ ബലവാനാണ് എന്നുള്ളതുകൊണ്ട് സൗന്ദര്യവും കലാ താല്പര്യമൊക്കെയുള്ള ഒരാളെ തന്നെ ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ആചാരപ്രകാരം തിങ്കളാഴ്ച വ്രതം എടുക്കുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, ഓം നമ ശിവായ 108 പ്രാവശ്യം ജപിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്ന് മാത്രമല്ല, അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരും. വിവാഹത്തിലൊരു തീരുമാനം വരുന്ന 11 മാസത്തിനകം തന്നെ ലഭിക്കും. ഇതിനുള്ളിൽ തന്നെ തരക്കേടില്ലാത്തൊരു ജോലിയും ലഭിക്കും എന്നുള്ള കാര്യം അറിഞ്ഞോളുക. സന്തോഷമായിരിക്കുക. അടുത്ത മെയിൽ ശ്രീ നാഗപ്പൻ പാറശാല. പരിഹാരം കൂടി അറിയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മകൻ്റെ കാര്യമാണ്. അത്തം നക്ഷത്രം. 3 വയസ്സ് 26 വയസ്സേ ആയിട്ടുള്ളൂ. ഒരു വലിയ പ്രായമല്ല. വിദേശത്തേക്ക് പോകാൻ ശ്രമിച്ചു പല പ്രാവശ്യം, പക്ഷെ നടന്നില്ല എന്നുള്ളതാണ് പരാതി. പോളിടെക്നിക്ക് കഴിഞ്ഞു. വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു എക്സാമിനൊക്കെ. പക്ഷേ അതിനനുസരിച്ചുള്ളൊരു ജോലി കിട്ടിയില്ല മകനേക്കാളും പഠിക്കാൻ മോശമായിരുന്നവർക്കൊക്കെ മെച്ചമായിട്ടുള്ള ജോലി കിട്ടി എന്നുള്ളതാണ് വിഷമം. ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. അത്തം നക്ഷത്രമാണ്. മെച്ചമായിട്ടുള്ളൊരു കാലം ആരംഭിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ 11 മാസത്തിനകം തന്നെ വിദേശത്തേക്ക് പോകാനുള്ള
ഒരു ഭാഗ്യമുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം ശ്രമിച്ചോളൂ. സാമ്പത്തികമായിട്ട് വളരെ നല്ല നിലയിലെത്തും മകൻ എന്നുള്ളതിലും സംശയം വേണ്ട. എല്ലാ കാര്യത്തിലും ഒരു ഡ്രൈവ് ആൻഡ് ഇനിഷ്യേറ്റീവ് ഒക്കെ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഇപ്പോൾ ചെയ്യാവുന്ന കാര്യം, അടുത്ത ക്ഷേത്രത്തിൽ, ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വെള്ളിയാഴ്ചകളിൽ കഴിയുമെങ്കിൽ അവിടെ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളൂ കേട്ടോ. വരുന്ന 6 മാസത്തിനകം തന്നെ മെച്ചമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. സ്വന്തമായിട്ട് വരുമാനവും ഒക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുള്ള സന്തോഷമായിരിക്കും. അടുത്ത മെയിൽ ശ്രീമതി മേരി പുഷ്പം പടന്താലും മൂടുന്നാണ്. നക്ഷത്രം അനിഴം. ചെറിയൊരു ബേക്കറിയൊക്കെ നടത്തുകയാണ്. സെയിൽസ് വളരെ കുറവാണ്. നന്നാകുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സംശയം വേണ്ട, നന്നാകും. നല്ലൊരു സ്ഥിതിയിലെത്തും എന്നുള്ളതിൽ അതും കാണുന്നുണ്ട് ഗ്രഹനിലയിൽ. കഴിഞ്ഞ കാലത്ത് മാത്രം നല്ലതായിരുന്നില്ല. അനിഴം നക്ഷത്രമായതുകൊണ്ട് ധാരാളം പ്രയാസങ്ങൾ തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാകാം കഴിഞ്ഞ കാലത്ത്. അതായത് അധിക പണച്ചെലവ് വന്നിട്ടുണ്ടാകും, വരുമാനത്തിന് തടസ്സം വന്നിട്ടുണ്ടാകും. ഇനി സെയിൽസ് ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കാശ് പൂർണ്ണമായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രയാസങ്ങളും വീട്ടിലൽപ്പം ഒരു സ്വസ്ഥത കുറവും ഒക്കെ ശ്രീമതി മേരി പുഷ്പത്തിന് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി മെച്ചമായിട്ടുള്ളൊരു കാലം അടുത്ത 7 മാസത്തിനകം തന്നെ ലഭിക്കാനുള്ള ഒരു യോഗമുണ്ട്. ഇപ്പോൾ ശുക്രൻ ബലമായിട്ട് വരുന്ന ഒരു സമയമാണ്. അനിഴം നക്ഷത്രവും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നേട്ടങ്ങളുണ്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട. പിന്നെ ബേക്കറിയൊക്കെ ഒന്ന് കാലത്തിനനുസരിച്ചിട്ടുള്ളൊരു മാറ്റമൊക്കെ വരുത്തിക്കോളൂ. നമുക്ക് അനുകൂലമായിട്ടുള്ള സമയം വരുമ്പോൾ അത്തരത്തിലുള്ളൊരു മാറ്റം കൂടി ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് സെയിൽസൊക്കെ കുറച്ചുകൂടി നന്നാക്കി എടുക്കുവാൻ കഴിയും. എന്ന് മാത്രമല്ല നല്ലൊരു സ്ഥിതി എത്തുകയും ചെയ്യും എന്നുള്ളതിൽ സംശയം വേണ്ട. ഇപ്പോൾ ഒരു പ്രാർത്ഥനയൊക്കെ ആകാം കേട്ടോ. ശ്രീമതി മേരിയുടെ വിശ്വാസം അനുസരിച്ച് വെള്ളിയാഴ്ചകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചോളൂ. ജീവിതത്തിൽ നേട്ടം ഉണ്ടാവും, അതായത് ഉയർച്ച ഉണ്ടാവും സാമ്പത്തികമായിട്ട്. ഇപ്പോഴത്തെ നിരാശയൊക്കെ അങ്ങോട്ട് മാറിക്കോളൂ കേട്ടോ. സന്തോഷമായിരിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും വരും. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കാവുന്നതാണ്. മെയിൽ ID പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, ഫുൾ നെയിം വേണം. എവിടെ നിന്നാണ് മെയിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യവും വേണം. എന്താ അറിയേണ്ടത്? പൊതുവെയുള്ള ഫലം എന്നാണ് പലരും ചോദിക്കുന്നത്. അങ്ങനെയല്ല. വിവാഹമാണെങ്കിൽ വിവാഹം, ജോലിയാണെങ്കിൽ ജോലി, ബിസിനസ് ആണെങ്കിൽ ബിസിനസ്. പിന്നെ ഏത് കോഴ്സാണ് അനുയോജ്യം എന്നുള്ള ചോദ്യം ചോദിക്കാം. ബിസിനസ് അനുയോജ്യമാണോ എന്ന് ചോദിക്കാം. കലാരംഗത്ത് ഉയർച്ച വരുമോ എന്നുള്ള കാര്യം ചോദിക്കാം. ഇങ്ങനെ നമുക്ക് എന്താണോ ചോദിക്കേണ്ടത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുക. അതിനാണ് പ്രാധാന്യം. അപ്പോൾ അങ്ങനെയുള്ള മെയിൽസിനൊക്കെ തന്നെ ഈ പ്രോഗ്രാമിലൂടെ മറുപടി ലഭിക്കും. അത് ലഭിക്കുന്ന മെയിൽസ് മിക്കവാറും ഈ പ്രോഗ്രാമിൽ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ.